ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്, ഒരു മിനി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ആയിട്ടോ വീട്ടിൽ പോയിട്ട് അച്ഛനെ അമ്മേനൊക്കെ ഒന്ന് കണ്ടിട്ട്, ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ പൂട്ടിയിട്ടിട്ട് അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ച് 41 കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 41 ഭംഗിയായിട്ട് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞേരെയാണ് ഇപ്പം വീട്ടിലേക്ക് പോണത്. അച്ഛനെ അമ്മേനെയും കാണാനായിട്ട് ഒരു സമാധാനക്കേടാണോ സങ്കടമാണോ എന്താണെന്നൊന്നും പറയാൻ പറ്റാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ വിളിക്കുമ്പോൾ ചോദിക്കും ചെയ്യും, എപ്പോഴാ മോളെ നിങ്ങൾ വരിക, മക്കളെ ഇന്ന് കാണണ്ടേന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യും. അപ്പം ഞാൻ അച്ഛനോട് പറയും ചെയ്തു 41 കഴിഞ്ഞിട്ട് വരാം അച്ഛാന്ന്. പിന്നെ അച്ഛൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പറയും 41 കഴിഞ്ഞിട്ട് വന്നാൽ മതി, എന്നാലും നിങ്ങൾക്കൊന്ന് കാണാൻ പൂതിയാവണമെന്ന് പറയാം, അങ്ങനെയാ പറയാം. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, എല്ലാം കഴിയാൻ കാത്തു കുത്തിരുന്ന് കഴിഞ്ഞാൽ പോക്ക് നടക്കൂല. അപ്പം ഞാൻ പറഞ്ഞ എന്തായാലും എനിക്ക് അച്ഛനെയും അമ്മനെയും പോയി കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച പിടിയിൽ ഏട്ടനെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നതാണ്. വെള്ളിയാഴ്ച രാത്രി ആട്ടോ ഞങ്ങൾ എത്തിയത്. വെള്ളിയാഴ്ച രാത്രി എത്തി ശനിയാഴ്ച രാവിലത്തെ ഒരു സീനാണ് അമ്പലത്തിൽ അച്ഛൻ വിളക്കൊക്കെ കൊളുത്തുന്നതും. ഇവിടെ അവർ 4 മണിക്ക് എണീക്കുന്ന ആൾക്കാരാണ് കേട്ടോ അച്ഛനും അമ്മയും. അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മേൻ്റെ പണിയും അലക്കും ഉച്ചക്കത്തേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ രണ്ടാളും കിടന്നുറങ്ങുക ചെയ്യുക. അങ്ങനെയാണ് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ രണ്ടാളും കിടന്നുറങ്ങും. അങ്ങനെയാണ് ഇവരെ ഒരു റൊട്ടീൻ പോണത് കേട്ടോ. അപ്പം അങ്ങനെ അമ്പലത്തിൽ ആ ഒരു രംഗം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം ഇതെങ്ങോട്ടുള്ള പോക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏട്ടൻ ഇങ്ങനെ പുറത്തേക്കൊന്ന് പോകണം കേട്ടോ. പുറത്തേക്ക് അവിടെ ഇവിടേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ വീട്ടിലിങ്ങനെ കുത്തിരിക്കാനുള്ള ആ ഒരു മൂഡ് ഓഫ് കൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇന്നൊരു കുഴിമന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഫേവറേറ്റ് അനിയത്തീൻ്റെ ലഗോൺ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുകയുള്ളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അങ്ങനെയാണ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ഓള് വലിയ കാര്യമായിട്ട് ആദ്യം തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചത് ഞാൻ എന്തായാലും വെക്കൂല, ഇത് എന്തെങ്കിലും എൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും വെക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും ബിരിയാണി അല്ല, അപ്പം ഇന്ന് കുഴിമന്തി ആക്കാന്ന് വിചാരിച്ചിട്ടാ. ഫുള്ള് വെള്ളി വീളാടുന്ന് കുറേ ഞാൻ വീഡിയോ വോയിസ് കൊടുക്കും പിന്നെ ഡിലീറ്റ് ആക്കും, മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ എന്തായാലും കുഴിമന്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ലിസ്റ്റൊക്കെ കൊണ്ടുപോയിനി. അപ്പോൾ അതൊക്കെ നോക്കി സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് പോരുമ്പോഴാണ് എൻ്റെ വീട്ടിലേക്കാണ് പോകണതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിക്കൊരു അന്തം കൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. വഴി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിലേ പോയാൽ നമുക്ക് വേഗം എത്താൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ഒരു വഴി കാണിച്ചു കൊടുത്തതാണ്. നോക്കുമ്പോൾ അത് ട്രെയിനൊക്കെ വന്നിട്ട് ഫുള്ള് ബ്ലോക്കായി കുറേ നേരം അത് അവിടെ അങ്ങനെ നിന്ന് ഗേറ്റ് ഏരിയത് അടയ്ക്കണ കറക്റ്റ് സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. ഗേറ്റ് അടച്ചിട്ട് കുറേ നേരം അവിടെ അങ്ങനെ കുത്തിരുന്നു. എന്തായാലും ആ വഴി പോയാൽ എങ്ങനെയെങ്കിലൊക്കെ നമ്മളെ വീട്ടിലെത്തും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ മര്യാദയ്ക്ക് നേർവഴിക്ക് വന്ന വഴിക്ക് പോവുകയാണെങ്കിൽ ഗേറ്റ് ട്രെയിൻ ക്രോസ് ചെയ്യുന്നു വേണ്ട, റെയിൽ ക്രോസ് ചെയ്യുന്നു വേണ്ട, നമുക്ക് അതിൻ്റെ താഴെ കൂടെ പോകാനുള്ളൊരു വഴിയുണ്ട്. അതിലാണ് ഞങ്ങൾ വന്നത്. മര്യാദയ്ക്ക് അതിലങ്ങോട്ട് പോന്നാൽ മതി. അതിന് കുറേ ചുറ്റിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. സംഗതി ഏട്ടൻ പറഞ്ഞ അന്നെ കൊണ്ടൊക്കെ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പുതിയ വഴി നമ്മൾ കണ്ടുപിടിച്ചില്ല, അങ്ങനെയാണ് ഓരോ വഴി കണ്ടുപിടിക്കുക. പിന്നെ ന്യായീകരണം നമ്മളെ കയ്യിൽ സ്റ്റോക്കാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപാട് പിന്നെ അതാ വേഗം കുഴിമന്തിൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സംഗതി പെരി അൽഫാം കുഴിമന്തി ഉണ്ടാക്കാതൊക്കെ വലിയ വീമ്പൊക്കെ ഇളക്കിയിട്ടാണ് ഞാൻ തുടങ്ങണത് കേട്ടോ. അടിപൊളി അൽഫാമൊക്കെ വെച്ചിട്ടുള്ള മന്തിയാണ് ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് തുടങ്ങണത്. പിന്നെ ഈ ബിരിയാണി വെക്കണ പോലെയല്ല കേട്ടോ, ബിരിയാണീനേക്കാളൊക്കെ സിമ്പിളാണ്. ഇതുപോലെ മന്തി വെക്കണ സമയത്ത് സിമ്പിളാണ്. ഈ വയറ്റിലും പിടിക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വയറ്റിലും പിടിക്കലും വർക്കലും കാര്യങ്ങളൊന്നുമില്ല, വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ പൂച്ചേൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് 4 കാലിലാണ് വിൽക്കുക. എങ്ങനെയായാലും എന്തൊക്കെ പോയാലും 4 കാലിലാണ് വിൽക്കുക. അത് വേറൊരു ഗുണമുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മളെ വായോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. ഓരോ പുതിയ പേരൊക്കെ ഇട്ട് അങ്ങനെ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് പേര് മാറ്റിയിടാം. അങ്ങനെ പേര് മാറ്റിയിട്ട് പുതിയ ഡിഷാക്കിയിട്ടും ബാക്കിയുള്ളത് നമ്മളെ വായോണ്ട് നമ്മൾ പിടിച്ചെടുക്കും. അങ്ങനെ ടേസ്റ്റിൻ്റെ കാര്യം അങ്ങനെ വലിയ പൊട്ട ടേസ്റ്റ് ഒന്നും ആവലില്ല, ഏകദേശമൊക്കെ അങ്ങോട്ട് ഒത്തു വരലുണ്ട്. എപ്പോഴും ഞാനീ പറഞ്ഞ പോലെ പൂച്ച വീണ പോലെ 4 കാലിലാണ് വിൽക്കുക. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളിതാ കഷ്ണങ്ങളൊക്കെ പിന്നെ മന്തി ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കിയത് ഏകദേശം സിമ്പിൾ ആയതുകൊണ്ട് വേഗം പറയാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതാ ഒന്ന് വരഞ്ഞെടുത്തിട്ട് കഷ്ണങ്ങൾ മുറിക്കുന്ന സമയത്ത് തന്നെ അൽഫാമിൻ്റെ കഷ്ണങ്ങളാക്കി മുറിപ്പിച്ചെടുത്താൽ മതി. ഒരു നല്ല കറക്റ്റ് സൈസിന് മുറിച്ച് തരും. അപ്പോൾ അതിങ്ങനെ കാണുമ്പോഴാണല്ലോ മന്തിക്ക് ആ ഒരു ടേസ്റ്റ്. ആ കഷ്ണങ്ങൾ ആ ഒരു വലിപ്പമൊക്കെ കാണുമ്പോഴാണ് മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇവിടെ
ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ അൽഫാം മസാല, പിരി പിരി അൽഫാം മസാലയാണ് കേട്ടോ വാങ്ങിയത്. ഭയങ്കര എരിവാണ്. മക്കളൊക്കെ ഉണ്ട്. പിന്നെ ശിഖമോള് നന്തൂട്ടനൊക്കെ കഴിച്ചോളൂ കേട്ടോ. അനിയത്തിൻ്റെ മോക്കാണ് കുറച്ചൊന്ന് ഇതായിപ്പോയത്. ഓളങ്ങനെ എരിവ് കൂട്ടലില്ല. ശിഖമോള് നന്തൂട്ടനൊക്കെ പിന്നെ എരിവ് കൂട്ടി. ഈ കളർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഈ കളറിൻ്റെ അത്ര എരിവൊന്നുമില്ല. എന്നാലും മക്കളെ സംബന്ധിച്ച് കുറച്ചൊരു എരിവ് കൂടുതലായിരിക്കും. തീരെ എരിവൊക്കെ കൂട്ടാത്ത മക്കളാണെങ്കിൽ ഇത് വാങ്ങണ്ട, ഈ ഒരു മിക്സ് വാങ്ങണ്ട, സാധാ അൽഫാമിൻ്റെ മിക്സ് വാങ്ങിയാൽ മതി. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അതിലേക്ക് പിന്നെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് ആ ഒരു മസാല, ആ ഒരു പാക്കിലുള്ള മസാലയും കൂട്ടിയിട്ട് കഷ്ണങ്ങളിലൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി വെച്ചാൽ സോഫ്റ്റായി കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കൂല കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, അതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത് ഒത്തൻറ്റിക്കായിട്ട് നമ്മൾ ഈ കുഴിമന്തി ഇങ്ങനെയാണ് വെക്കുക. കുഴിമന്തി ഒത്തൻറ്റിക്കായിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് വെക്കുക, വേറെ കാര്യം. എന്നാലും നമ്മൾ ഏകദേശം ആ ഒരു കുഴിമന്തിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ചിലപ്പോൾ ഇതിൽ ഈ വെക്കണയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, പക്ഷെ ടേസ്റ്റ് വലിയ പൊട്ട ടേസ്റ്റ് ഒന്നും ആവില്ല, അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്, ആ സ്പൈസസ് ഒക്കെ ഇട്ട് ഒരു തക്കാളിയിൽ ഉള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ ചോറിനിട്ട്. അപ്പോൾ മാഗി ക്യൂബ് കുറച്ചൊന്ന് പൊടിച്ച് അതും ചേർത്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഒരു അരി ബസ്മതി റൈസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുറച്ച് നേരം വേണമെങ്കിൽ കുതിർത്തി വെക്കാം. അധികം കുതിർത്തേണ്ട ആവശ്യമില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു അരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട്, ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ, പച്ചവെള്ളം കൊണ്ട് ഒഴിക്കരുത്, ചൂടാക്കിയിട്ട് ചൂടുവെള്ളം ആ ഒരു അരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അത് അധികം വെന്ത് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ കുഴിമന്തിൻ്റെ അരി അധികം വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പശ പോലെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഒരു വേവ് കറക്റ്റായിട്ട് ആ ഒരു കടിക്കണ ആ ഒരു അരി കടിക്കണ ആ ഒരു ഇത് മാറി കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ ഊറ്റിയെടുത്ത് വെച്ച് ഇപ്പോൾ ചോറ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിതാ കുറച്ച് വലിയ ഇതുപോലെ തന്നെ ഒരു പരന്ന പാത്രം എടുത്തു കഴിഞ്ഞാൽ കുറേ പീസ് നമുക്ക് ഒരുമിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നല്ലോണം രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചു വിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ ഈ ഒരു ചോറിലേക്ക് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് പിന്നെ പൊരിച്ച കഷ്ണങ്ങളൊക്കെ ആ ഒരു ചോറിൽ നല്ല ആ മാഗി ക്യൂബിൻ്റെ ഇത് ഇട്ടതുകൊണ്ട് തന്നെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കും, ഇനിയിപ്പോൾ ക്യാരറ്റ് ഉണ്ട് അല്ലെങ്കിൽ ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മളോട് ഇപ്പോൾ ഈ കുഴിമന്തി ഇടിയിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെയാണോ ഉണ്ടാവുക, ഞാനാണോ കുഴിമന്തി എന്നൊന്നും വന്ന് ചോദിക്കൂലല്ലോ. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാം, നമുക്ക് കഴിക്കാറില്ല, നമുക്ക് പുറത്ത് കൊടുക്കാനുള്ളതൊന്നല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്മോക്കി എഫക്റ്റും കൂടി കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാം. ആ ഒരു പീഡിയത്തെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടണമെങ്കിൽ ഒരു ചിരട്ട കനലാക്കിയിട്ട് കനലാക്കിയിട്ട് അത് അതിൻ്റെ ഒരു ചെറിയ പാത്രത്തിലാക്കി അതിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലായി ആ ഒരു കനലിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ആ ഒരു പുക അങ്ങോട്ട് വരും. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് മൂടി വെക്കുക, സംഗതി സെറ്റായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി കുഴിമന്തിയാണ്. അനിയൻ നല്ല അഭിപ്രായം പറഞ്ഞേ. പിന്നെ അനിയത്തി ഈ അനിയത്തിമാരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മളെ കുത്താന്നുള്ളത് നോക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഓരോ വായിന്നൊരു നല്ല അഭിപ്രായം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെനക്കെട്ട് എന്നാലും കഴിയൂല കേട്ടോ. ഓളുണ്ടാക്കണമെങ്കിൽ ഞാനും അങ്ങനെയാണ് പറയുക, എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ ഒരു തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല. ഓള് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അങ്ങനെയാണ് ഓള് പറയുക. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഉച്ചക്കത്തുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മയക്കം, ആ ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞ് മന്തീൻ്റെ ആ ഒരു മയക്കം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മയക്കമായിപ്പോയി. ഞങ്ങളൊന്ന് ടൗണിൽ മിഠായിത്തെരുവിലൊക്കെ ഒന്ന് പോയി കറങ്ങി വരണം എന്നൊക്കെ വിചാരിച്ച് തരും. അവിടുന്ന് കുറച്ച് 2-3 ഷോപ്പ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, അവിടെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതിന്, പക്ഷേ ഒക്കെ ആ മയക്കത്തിൽ അങ്ങോട്ട് വെള്ളത്തിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെ കുട്ടികൾ വെറുതെ വിടുമോ. അപ്പോൾ ഓർക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പാർക്ക്, ബട്ട് റോഡ് പാർക്കാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് കുറേ ആയി പറഞ്ഞത്. ശിഖമോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പാർക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഓക്കൊരു അന്തം കുന്തും കിട്ടാത്തൊരവസ്ഥയാണ്. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഇതന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. 2-3 ദിവസം എന്നെ കൊണ്ടുപോയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കും അതൊരു സങ്കടമാവും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വണ്ടി ഉണ്ടല്ലോ, നമുക്ക് വേഗം പോയിട്ട് ഇങ്ങോട്ട് കുറച്ച് നേരം ഒരാടെ കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങനെ അത് അമ്മേനെയും പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടി, ഞാനും അനിയത്തിയും ഏട്ടനും മക്കളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ, വൈകുന്നേരം ആ ഒരു സമയത്ത് നല്ലൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുറേ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും ഇവിടെ. കുറേ കുട്ടികളും കുറേ എന്താ പറയുക ആ ഒരു വൈബ് എന്ന് പറഞ്ഞത് വേറെയാണല്ലോ. ആദ്യം നമ്മുടെ അധികം ആളേ ഉണ്ടാവലില്ല കേട്ടോ. ഇപ്പം കുറച്ചൊക്കെ ഇതുപോലെ റൈഡും സ്ലൈഡും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം, കുട്ടികൾ കളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ.
ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുറേ നേരം ഇതാ ഇവിടെ കളിക്കുക. അങ്ങനെ വലിയ ഡേഞ്ചറായിട്ടുള്ള സംഗതികളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്കും ഒരുവിധം ടെൻഷൻ ഇല്ലാണ്ട് കുട്ടികളെല്ലാത്തിലും കയറാൻ വേണ്ടി ചെറിയ ചെറിയ സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കും വലിയ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുക, കുട്ടികളൊക്കെ കളിച്ച് അങ്ങനെ കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇതിപ്പം തുടങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോൾ ഇല്ലേന് കേട്ടോ ഇതുപോലെ ഒരു ബോട്ടിങ് പോലെ. അവിടെ പൈസ കൊടുത്തിട്ടാണോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല, എന്തോ 2 ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇപ്പം തുടങ്ങിയതാണ്. പിന്നെ ഇതവർ ഇതിൻ്റെ മുകളിൽ ഒക്കെ കയറി. പിന്നെ ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടിന്യൂട്ടോ, പക്ഷേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇതിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ പിടിച്ച് കൂട്ടി കൊണ്ടുപോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ പോകണോ, ഇതിൽ കളിക്കണോ, ഇവിടെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയിനി 2 ആളും, അനിയത്തിൻ്റെ മോളും ശിഖമോളും കൂടി. അങ്ങനെ എന്തായാലും ഇതാ കുറേ കുട്ടികൾ അതിനായിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല രസമാണല്ലോ എല്ലാ കുട്ടികളും കൂടി അവിടുന്ന് ഇങ്ങനെ കളിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് വൈകുന്നേരം 1 മണിക്കൂർ ഒരു സമയത്തേക്കാണ് ഓണാവുക, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെയും ഏട്ടൻ എന്താവും പുറത്തേക്ക് പോകണം ബോറടിക്കണം എന്നുള്ള മന്ത്രം ചെല്ലാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ രാത്രി ആയി കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവ് അടിപൊളി, ഒരു നല്ലൊരു സുഖമുള്ള വൈബല്ലേ. അപ്പം മക്കളെയൊക്കെ അവിടെ ആക്കി നമ്മളെ വീട്ടിലാക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം മക്കളെയൊക്കെ അവിടെ ആക്കി ഓരോട് വേഗം ശിഖമോളോട് എപ്പോഴും ഞാൻ പറയും, നന്ദുട്ടിന് പിന്നെ അറിയാനുള്ള ഒരു പ്രായമായല്ലോ, ഓൻ അങ്ങനെ വലിയ കച്ചറയാക്കലില്ല. ശിഖമോളോട് ഞാൻ എപ്പോഴും പറയും അമ്മക്ക് സൂചി വെക്കാൻ പോകണം, അമ്മ അച്ഛനും പോയി സൂചി വെച്ചിട്ട് വേഗം വരാമെന്നറിയും. ഓള് പറയും ഇവിടെ വന്നാൽ എപ്പോഴും നമുക്കൊരു സൂചി വെക്കാൻ പോക്കാന്ന് പറയും. ഓക്കെ അറിയട്ടെ സംഗതി, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു നൈറ്റ് ഡ്രൈവിന് പോകണമെന്നൊക്കെ മൂപ്പത്തിക്ക് അറിയാം. ഓളും ഒന്ന് കണ്ണടക്കണതാണ്, അച്ഛനും അമ്മയും പോയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിതാ പോയി വരത്തിൽ എങ്ങോട്ടൊന്നും കേട്ടോ, വെറുതെ അങ്ങനെ കറങ്ങി വരും. ചിലപ്പോൾ മാനാഞ്ചേരിയൊക്കെ ഒന്ന് പോയി ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് വരിക എന്നുള്ളതാണ്. വരുന്ന വഴിക്ക് തട്ടുകടയിലൊക്കെ കയറി ഫുഡൊക്കെ അടിച്ച് വീട്ടിലേക്ക് ഇതാ കൊത്തു പൊറാട്ടയും പിന്നെ കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇതാ ഞായറാഴ്ച ഞങ്ങൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുമ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും സന്തോഷങ്ങളുണ്ടെങ്കിൽ ആ പോരുന്ന സമയത്ത് നെഞ്ഞൊന്ന് പിടയ്ക്കൂലേ. നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് അച്ഛനമ്മേനെയൊക്കെ നോക്കുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് പോരുമ്പോൾ ഞാൻ അമ്മേൻ്റെ കണ്ണിലേക്ക് നോക്കുള്ളൂ കേട്ടോ. അന്നേരം അമ്മ കരയും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കരച്ചിലും കണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ നേരത്തേക്കൊരു ഹാങ് ഓവർ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴുള്ള കുറച്ച് നുള്ളി പെറുക്കിയെടുത്ത അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ പുതിയ പ്രൊഡക്റ്റീവായിട്ടുള്ള വിശേഷങ്ങളും ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.